ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിലെ 5ാമത്തെ മൊഡ്യൂളാണ്, ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ ആണ്. അതായത് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് പറഞ്ഞു, അല്ലെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഫെയിലിയർ എന്തൊക്കെയാണ്, മേജർ ഫെയിലിയർ എന്തൊക്കെയാണ്, അതായത് പല പല സ്ഥാപനങ്ങളിലൊക്കെ ഈ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവിടെ ഫെയിൽഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. But corporate failure means when the company fails to meet the expectation of customers, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. മനസ്സിലായോ? കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്നും ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? കോർപ്പറേറ്റ് ഫെയിലിയർ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ മെയിനായിട്ടുള്ള താഴെ പറയുന്നതാണ് കോർപ്പറേറ്റ് ഫെയിലിയറിന് എക്സാമ്പിൾ. ഒന്ന്, ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ്റർനാഷണൽ UK 1991 സംഭവിച്ചത്. അതായത് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ്റർനാഷണൽ വാസ് എ മേജർ ഇൻ്റർനാഷണൽ ബാങ്ക് founded in 1972 by Aga Hassan Abedi, a Pakistani financier. The BCCI was incorporated in Luxembourg with the head offices in Karachi and London. The bank primarily focused on serving Muslims and third world clients. അതായത് ഈ ഒരു സ്ഥാപനത്തിനുണ്ടായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഫെയിലിയർ ആണ് പറയുന്നത്. അതായത് 1972 ശരിക്കും ഈ ഒരു ഇൻ്റർനാഷണൽ ബാങ്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ ലണ്ടനിലെ കറാച്ചിയിലാണ്. മനസ്സിലായില്ലേ? ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രാഥമികമായിട്ട് ആദ്യമായിട്ട് ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മുസ്ലിംസിനെയും അത് തേർഡ് വേൾഡ് ക്ലയൻസിനെയും സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നടപ്പിലാക്കി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. The quadrupling of oil prices in 1973-74 led to huge deposit by Arab oil producers. As a result, BCCI expanded rapidly in the 1970s. അതായത് 1973-74 നമ്മൾ എന്ത് ചെയ്തു? ഓയിലിൽ കൂടുതലായിട്ട് നമ്മൾ പൈസ കൂടുതലായിട്ട് ഹ്യൂജ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അറബ് ഓയിൽ പ്രൊഡ്യൂസേഴ്സിലേക്ക് നമ്മൾ കൂടുതൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ട് നമ്മുടെ കമ്പനി കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റി, കുറച്ച് വികസിപ്പിക്കാനായിട്ട് പറ്റി 1970 കാലഘട്ടങ്ങളിൽ കേട്ടോ. By the late 1970s, the bank was suffering an alarming level of bad debts due to reckless lending. Reality was not reflected in BCCI accounts because the losses were concealed. മനസ്സിലായോ? അതായത് പിന്നീടുണ്ടായ ആ സമയങ്ങളിൽ 1970 ശേഷമുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കൂടുതലായിട്ട് ഈ കടം കൊടുക്കുകയും അതങ്ങനെയൊക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാങ്കിന് ഒരുപാട് ബാഡ് ഡെപ്റ്റ്, കിട്ടാക്കടം ഉണ്ടായിരുന്നു. മനസ്സിലായോ? എന്തുണ്ടായി? ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായി. പിന്നെ ഈ നഷ്ടങ്ങളൊക്കെ കണ്ടുകിട്ടുകയാണ് ചെയ്തത്, കൺസീൽ ചെയ്യാനായിട്ട് കാരണമായി. ദ ബാങ്ക് ഓൺലി കെപ്റ്റ് ഗോയിങ് ബൈ ഫ്രോഡുലന്റ് അക്കൗണ്ടിങ് ആൻഡ് മാസീവ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഡെപ്പോസിറ്റേഴ്സ് ഫണ്ട്. അതായത് അതിന് കാരണമായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഫണ്ടിലുണ്ടാക്കിയ ഫ്രോഡുലൻ്റ് അക്കൗണ്ടിങ് ആണ്. അതായത് ഫ്രോഡായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ചെയ്തു, അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ചെയ്തു മാസമായിട്ട്. അപ്പോൾ അത് മൂലമാണ് ശരിക്കും ഈ ഒരു ഗതിയിലേക്ക് നമ്മുടെ ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ്റർനാഷണൽ UK എന്ന് പറയുന്ന ഈ ബാങ്കിന് വരേണ്ടി വന്നത് കേട്ടോ. അതാണ് ഒന്നാമത്തെ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ. രണ്ടാണ് മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻ. മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻസ് കോർപ്പറേഷൻ വാസ് ലീഡിംഗ് ബ്രിട്ടീഷ് മീഡിയ കമ്പനിയാണ്. ഇറ്റ് വാസ് ലിസ്റ്റഡ് ഓൺ ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ദ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1964. 1964 ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത ബ്രിട്ടീഷ് പ്രിൻറ്റിംഗ് കോർപ്പറേഷനിൽ. 1967 ഇറ്റ് അക്വയർഡ് എ മെജോറിറ്റി സ്റ്റേക്ക് ഇൻ ഹേമാർക്കറ്റ് ഗ്രൂപ്പ്. 1967 ഈ കമ്പനിയുടെ മെജോറിറ്റി ഷെയർ ആര് വാങ്ങി? സ്റ്റേക്കിലെ ഹേമാർക്കറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അവർ വാങ്ങിയിട്ടുണ്ടായി. ഇൻ ജൂലൈ 1981 റോബർട്ട് മാക്സ്വെൽ ലോഞ്ച്ഡ് എ ഡോൺ റാപ്പിഡ് ഓൺ ദ കമ്പനീസ് അക്വയറിംഗ് എ സ്റ്റേക്ക് ഓഫ് 29%. 1981 റോബർട്ട് മാക്സ്വെൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞത്? ഈ കമ്പനിയുടെ 29% ഷെയറോളം അക്വയർ ചെയ്തു. 1982 ഹി സെക്യൂർഡ് ഫുൾ കൺട്രോൾ ഓവർ ദ കമ്പനി ആൻഡ് ചേഞ്ച് ദ നെയിം ഓഫ് ദ കമ്പനീസ് ടു ബ്രിട്ടീഷ് പ്രിൻറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ ആൻഡ് ടു മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ in October 1917. അതായത് ഈ കമ്പനി ശരിക്കും പറഞ്ഞാൽ അയാൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. മനസ്സിലായില്ല? ആദ്യം ഷെയറുകൾ വാങ്ങി, മെജോറിറ്റി ഷെയറുകൾ വാങ്ങി, പിന്നീട് 29% ഷെയറുകൾ അക്വയർ ചെയ്തു. അതിനുശേഷം കമ്പനിയുടെ മൊത്തം കൺട്രോൾ അയാളുടെ കയ്യിലായി. മനസ്സിലായോ? അപ്പോൾ ഈ ബ്രിട്ടീഷ് പ്രിൻറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന പേര്, അതായിരുന്നു ആദ്യത്തെ പേര്, അതെന്തിലോട്ട് മാറ്റേണ്ടി വന്നു? മാക്സ്വെൽ എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി 1987 മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ എന്നാക്കി മാറ്റി. മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ടാമത്തെ കോർപ്പറേറ്റ് ഫെയിലിയർ ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മൂന്നാമത്താണ് എൻറോൺ USA. The Enron scandal, which broke out in October 2001, eventually led to the bankruptcy of the Enron Corporation, an American energy company based on Houston, Texas. It was the largest bankruptcy
reorganization in American history at that time. The primary reason for the failure on Enron was attributed to a audit failure. അതായത് ഓഡിറ്റിങ്ങിലൂടെ ഉണ്ടായ ഒരു ഫെയിലിയർ മൂലം നശിച്ച അല്ലെങ്കിൽ തകർന്ന ഒരു കമ്പനിയാണ് എൻറോൺ USA കേട്ടോ. അത് ബാങ്ക്രപ്റ്റൻസി പറയുന്നുണ്ട്. അതായത് ബാങ്കിലുണ്ടാകുന്ന ആ ഇതൊക്കെ ഉണ്ടല്ലോ, കൊള്ളയടിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സംഭവമാണ് എൻറോൺ USA. ദ പ്രോബ്ലം ഫേസ് ബൈ എൻറോൺ വാസ് ഡിസ്പൈറ്റ് ഹാവിംഗ് സ്ട്രക്ചർ ആൻഡ് മെക്കാനിസം ഇൻ പ്ലേസ് ഫോർ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടേൺ എ ബ്ലൈൻഡ് ഐ ടു ഓപ്പൺ വയലേഷൻ ഓഫ് ദ കോഡ്. ദ ഓഡിറ്റേഴ്സ് ഫെയിൽ ടു പ്രിവെൻറ്റ് സസ്പെക്റ്റ് ആൻഡ് ക്വസ്റ്റ്യനബിൾ അക്കൗണ്ടിങ്. അതായത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഡിറ്ററോടോ അക്കൗണ്ടന്റോടൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റിപ്ലൈ അവർക്ക് തരാനായിട്ട് സാധിച്ചില്ല. അവർ അതിലൊക്കെ കൃത്യമായിട്ട് അവർ ഫെയിൽഡായി. അപ്പോൾ അങ്ങനെ തകർന്ന ഒരു കമ്പനിയാണ് എൻറോൺ USA. ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്താണ് സത്യം കമ്പ്യൂട്ടർ സർവീസ് ലിമിറ്റഡ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, സത്യം കമ്പ്യൂട്ടർ സർവീസസ് ലിമിറ്റഡ് എവിടെയുള്ളതായിരിക്കും അത്? നോക്കാം. Satyam began facing problems from December 16, 2008. The chairman, Mr. Ramalinga Raju, in surprise move announced a $1.6 million bid for two Mitas companies, namely Mitas Infra Limited and Mitas Properties. കേട്ടോ, അതായത് അത്രയും ഇതിൽ മറ്റേ ലേലം വിളിക്കാന്നൊക്കെ പറയില്ലേ, അതിലൂടെ ആർക്ക് വേണ്ടിയിട്ട് മെയ്റ്റാസ് കമ്പനീസ്, അതായത് മെയ്റ്റാസ് ഇൻഫ്രാ ലിമിറ്റഡിനും മെയ്റ്റാസ് പ്രോപ്പർട്ടിക്കും വേണ്ടിയിട്ട് ലേലം വിളിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആയിരുന്നു മിസ്റ്റർ രാമലിംഗ രാജു ആയിരുന്നു കേട്ടോ. ദ ഷെയർ പ്രൈസ് ഫോൾസ് 55% ഡ്യൂ ടു സത്യം പുവർ കോർപ്പറേറ്റ് ഗവർണൻസ്. ശരിയായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സത്യം കമ്പനിയുടെ 55% ഷെയറുകൾ എന്തായി, പ്രൈസ് കുറഞ്ഞു, ഷെയറിൻ്റെ വാല്യൂ കുറഞ്ഞു. ദ ഓവർടേൺഡ് ദ ഡിസിഷൻ ഇൻ 12 hours. ദിസ് റിസൾട്ടഡ് ഇൻ ദ റെസിഗ്നേഷൻ ഓഫ് സെവറൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ ഫേം. ദിസ് ഇസ് റിസൾട്ടഡ് ഇൻ എ ഫർദർ ഫോൾ ഇൻ ദ ഷെയർ പ്രൈസ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സംഭവിച്ചു. ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡയറക്ടേഴ്സ് സ്ഥാപനത്തിലുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് സംഭവിച്ചു, അവരൊക്കെ റെസിഗ്നേഷൻ, അതായത് അതൊക്കെ കമ്പനിയിൽ നിന്ന് പോവുകയാണ് എന്നുള്ളൊരു വിവരം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയറിൻ്റെ മൂല്യം പിന്നെയും കുറഞ്ഞു. മനസ്സിലായോ? ഓൺ 7th January 2009, 2009 ജനുവരി 7 ബി രാമലിംഗ രാജു, ദ ഫൗണ്ടർ ഓഫ് സത്യം കമ്പ്യൂട്ടർ സർവീസസ്, കൺഫസ് ₹7,000 crore ബാലൻസ് ഷീറ്റ് ഫ്രോഡ് നടത്തി. അപ്പോൾ അദ്ദേഹം അന്നാണ് നമ്മൾ കണ്ടെത്തിയത്, സത്യം കമ്പ്യൂട്ടർ സർവീസസ് എന്ന് പറയുന്ന ആ കമ്പനിയിൽ രാമലിംഗ രാജു എന്താണ് 7,000 കോടിയുടെ ബാലൻസ് ഷീറ്റിൽ ഫ്രോഡ് കണ്ടെത്തി. നമുക്ക് 7,000 കോടിയുടെ ഫ്രോഡ് കണ്ടെത്തി. ഹി ഹാഡ് ഹിഡൻ ഇറ്റ് ഫ്രം ദ IT കമ്പനി ബോർഡ് എംപ്ലോയീസ് ആൻഡ് ഓഡിറ്റേഴ്സ് ഫോർ സെവറൽ ഇയേഴ്സ്. മനസ്സിലായോ? അദ്ദേഹം ഒരുപാട് കമ്പനീസ് ബോർഡിൽ നിന്നും അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഡിറ്റേഴ്സിലൊക്കെ ഒരുപാട് വർഷത്തോളം കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചെന്നൊക്കെ പറയില്ലേ, അതന്നെ. ദ ഗവൺമെൻറ് റിയാക്റ്റഡ് ടു ദ ഫ്രോഡ് ബൈ ചേഞ്ചിങ് ദ റെഗുലാരിറ്റി ഫ്രെയിംവർക്ക്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ന്യൂ കമ്പനീസ് ആക്ട് 2013 വിച്ച് ഫിക്സഡ് ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഫ്രോഡ് സംഭവിച്ചതിന് ശേഷമാണ് 2013 കമ്പനി നിയമം വന്നില്ലേ, പുതിയ കമ്പനി നിയമം വന്നപ്പോൾ ഓഡിറ്ററുടെയും അതുപോലെ ഡയറക്ടറുടെയൊക്കെ ലയബിലിറ്റീസ്, ബാധ്യതകൾ അവിടെ ഫിക്സ് ചെയ്തത്. മനസ്സിലായോ? ഈ ഒരു 2009 ഈ ഒരു ഫ്രോഡിലൂടെയാണ് നമ്മൾ അങ്ങനെ ഒരു ബാധ്യതയും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തത്. In 2014, market regulator SEBI amended a clause 49 of listing guidelines to improve corporate. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എല്ലാ കമ്പനികളിലും ഇമ്പ്രൂവ് ചെയ്യണമെന്ന രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ 2014 SEBI 49ാം ക്ലോസ് പ്രകാരം അനൗൺസ് ചെയ്തു. അടുത്താണ് ടാറ്റ ഫിനാൻസ്. ടാറ്റ ഫിനാൻസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ടാറ്റ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ് ടാറ്റ ഫിനാൻസ്. ഇന്ത്യൻസ് ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ്ലി സോഷ്യലി റെസ്പോൺസിബിൾ ബിസിനസ് ഗ്രൂപ്പാണ്. ദ കമ്പനി വാസ് ഇൻകോർപ്പറേറ്റഡ് ആസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി 1984. പിന്നീട് അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറി. ട്രാൻസ്പോർട്ട് ആൻഡ് കൺസ്ട്രക്റ്റഡ് സെക്ടർ ആർ ദ മേജർ ഏരിയാസ് ഓഫ് കമ്പനിയുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഏരിയ ട്രാൻസ്പോർട്ടും കൺസ്ട്രക്റ്റഡ് സെക്ടറുമാണ്. ഇറ്റ് വാസ് ബേസിക്കലി എൻഗേജ്ഡ് ഇൻ ദ ഹയർ പർച്ചേസ് ബിസിനസ് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലെ വാണിജ്യപരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൻ്റെ ഈ ഹയർ പർച്ചേസ് ഇല്ലേ, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ നമ്മൾ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. പ്ലാൻ ആൻഡ് മിഷനറി, കൺസ്യൂമർ ഡ്യൂറബിൾ ആൻഡ് 2-വീലറൊക്കെ അതിനകത്ത് പെടും. ഡ്യൂറിങ് 1990s കമ്പനി ഡൈവേഴ്സിഫൈഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ബൈ സെറ്റിംഗ് അപ്പ് എ ട്രേഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിനെ 1990 കാലഘട്ടങ്ങളിൽ കമ്പനീനെ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇത് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഒരു ട്രേഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഡ്യൂറിങ് 1st January 1992 the company merged with the Tata Industrial Financial Corporate Limited. During 1994 Tata Finance Security Limited was established as a subsidiary. അതിനുശേഷം ടിഫ്കോ നമ്മൾ എന്ത് ചെയ്തു, ടിഫ്കോ എന്ന് പറയുന്ന കമ്പനി നമ്മൾ ടിഫ്കോ ആയിട്ട് നമ്മൾ മെർജ് ചെയ്തു. 1994 കാലഘട്ടങ്ങളിൽ
ടാറ്റ ഫിനാൻസ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി, സബ്സിഡിയറി കമ്പനി കൂടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ടാറ്റ ഫിനാൻസ് ബിക്കം ദ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എൻഗേജ്ഡ് ഇൻ ദ വർക്കിംഗ് ഓഫ് ഹയർ പർച്ചേസ്, ലീസിംഗ് ആൻഡ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് അണ്ടർ വേരിയസ് സ്കീം. അതുമാത്രമല്ല ഈ ടാറ്റ ഫിനാൻസ് പിന്നീട് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് മാറി. അവർ ഹയർ പർച്ചേസ് കൈകാര്യം ചെയ്യുക, ലീസ് അതായത് പാട്ടം, മനസ്സിലായില്ലേ, അതുപോലെ പബ്ലിക്കിന് കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക, അങ്ങനെ പല പല സ്കീം പ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന ടാറ്റ ഫിനാൻസ്. ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ. Poor investment policy by the management, insider trading by the company's executive, concealment of material facts and backdated sales are major reason for Tata Finance fiasco. അപ്പോൾ ഇവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, നല്ല രീതിയിലുള്ള നിക്ഷേപ നയങ്ങളൊന്നും ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല ഒരുപാട് മെറ്റീരിയൽ ഫാക്ട്സ് അവർ കൺസീൽ ചെയ്തു. മെറ്റീരിയൽ ഫാക്ട്സ് പറഞ്ഞാൽ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇല്ല അക്കൗണ്ടിങ്ങിൽ. അത് പ്രകാരം എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ്. പക്ഷേ അവരെന്ത് ചെയ്തു, അത് കൺസീൽ ചെയ്തു, കുറേ മറച്ചു വെച്ചു, മനസ്സിലായോ. അതുമൂലം അങ്ങനെ ഒരു സംഭവം, ഒരു ഫോൾട്ട് ടാറ്റ ഫിനാൻസിനുണ്ടായി. അതുപോലെ കിങ് ഫിഷർ. കിങ് ഫിഷർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ കിങ് ഫിഷർ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. കിങ് ഫിഷർ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ലേ? കിങ് ഫിഷർ എയർലൈൻസ് ഉണ്ടായിരുന്നു പണ്ട് അല്ലേ? കിങ് ഫിഷർ എയർലൈൻസ് വാസ് പ്രൈവറ്റ്ലി ഓൺഡ് എയർലൈൻ കമ്പനിയായിരുന്നു. ഹെഡ് ഓഫീസ് മുംബൈയിലായിരുന്നു. അത് രജിസ്റ്റർ ചെയ്ത് ബാംഗ്ലൂരിലാണ്. 50% ഓഫ് ദ ഷെയർ ഓഫ് ദ കിങ് ഫിഷർ എയർലൈൻസ് വാസ് ദ UB ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ബാംഗ്ലൂർ. ബാംഗ്ലൂരിലുള്ള വിജയ് മല്യയുടെ കയ്യിലായിരുന്നു അതിൽ 50% ഷെയറോളം. ദ കമ്പനി ഹാസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി അണ്ടിൽ 2011. 2011 കാലഘട്ടങ്ങളിൽ നല്ലൊരു ഇതിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിരുന്നു കിങ് ഫിഷർ. ഇറ്റ് വാസ് എ സെക്കൻഡ് ലാർജസ്റ്റ് കമ്പനിയായിരുന്നു ഇന്ത്യയിൽ, മനസ്സിലായോ. ആ സമയത്തൊക്കെ ശരിക്കും എയർലൈൻസുകളിൽ ഏറ്റവും ടോപ്പായിരുന്നു കിങ് ഫിഷർ. കോമ്പറ്റീഷൻ ഫ്രം അതർ എയർലൈൻസ് സച്ച് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഗോ എയർ, അങ്ങനെ കുറേയധികം എയർലൈൻസുകൾ വന്നപ്പോൾ അവരുമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായി. ഡൊമസ്റ്റിക് അതുമൂലം എന്ത് സംഭവിച്ചു? റിസൾട്ട് ഹെവി ലോസ് ടു ദ കമ്പനി, മനസ്സിലായോ. അതായത് ഒരേ സെഗ്മെൻറ്റിൽ തന്നെ ഒരുപാട് കമ്പനികൾ വന്നപ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടം വരാനായിട്ട് കാരണമായി. By acquiring Air Deccan, Kingfisher has entered in the domestic air travel business. However, the rebranding from a more luxurious air travel business to budgeted air travel business failed miserably. As a result of the problem and issues in the management, the Kingfisher Airlines stopped their operation during 2012. മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എയർ ഡെക്കാൻ കിങ് ഫിഷറെ നമ്മൾ അക്വയർ ചെയ്തപ്പോൾ എയർ ട്രാവൽ ബിസിനസ്സിലേക്ക് വലിയൊരു കുതിപ്പുണ്ടായി, വേറൊരു പുതിയൊരു സംഭവം വന്നപ്പോൾ. അപ്പോൾ റീബ്രാൻഡിങ് ഫ്രം എ മോർ ലക്ഷറീസ് എയർ ട്രാവൽ ബിസിനസ് ടു ബഡ്ജറ്റഡ് എയർ ട്രാവൽ, അതായത് ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റഡ് എയർ ട്രാവൽ വന്നപ്പോൾ കിങ് ഫിഷർ എന്ന് പറയുന്ന ലക്ഷറീസ് ആയിട്ടുള്ള ഇതിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഓട്ടോമാറ്റിക്കലി അത് ഫെയിൽഡായി. ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു വിജയ് മല്യക്ക്. ഒരുപാട് ബാങ്കിൽ നിന്ന് കുറേ ലോണുകളൊക്കെ എടുത്തിട്ട് അത് റിട്ടേൺ ഓഫ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുമൂലം കിങ് ഫിഷർ എന്ന് പറയുന്ന കമ്പനി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കാരണമായി. 2012 കാലഘട്ടങ്ങളിലാണ് കിങ് ഫിഷർ സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി കോർപ്പറേറ്റ് ഫെയിൽ ആവാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് റെഗുലേറ്റേഴ്സ് മിസ്റ്റേക്ക്, ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ദ ഓഡിറ്റർ, ഇൻഡിവിജ്വൽ കോൺസെൻട്രേറ്റഡ് ഓണർഷിപ്പ്, ഇൻകോമ്പിറ്റൻറ്റ് ബോർഡ്, മിസ്ലീഡിങ്, ഇൻസൈഡർ ട്രേഡിങ്, പുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ഇതൊക്കെ കാരണമാണ് ഇത് എന്താവാനുള്ള കാരണം. ഇതെല്ലാം കോർപ്പറേറ്റ് ഇത് ഫെയിലിയർ ആവാനുള്ള കാരണം. ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓൺ കുറവ് ഇനി വരുന്ന കുറച്ച് ഫെയിലിയറാണ്. ഇത് കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് 1992 ദ മേജർ റെക്കമെൻഡേഷൻസ് ആൻഡ് ട്രസ്റ്റ് ഏരിയാസ് ഓഫ് കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കി. അതിലൊന്നാം തന്നെ കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ബോർഡ് ഹാസ് ടു ഫോം ആൻ ഓഡിറ്റ് കമ്മിറ്റി വിത്ത് മിനിമം ഓഫ് 3 നോൺ എക്സിക്യൂട്ടീവ്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റിപ്പോർട്ടുകളാണ് കേട്ടോ. ഒന്ന് കാഡ്ബറി കമ്മിറ്റി, ഗ്രീൻബറി റിപ്പോർട്ട്, ഹാംബൽ റിപ്പോർട്ട്, അങ്ങനെ കുറച്ച് ഒരു 3 റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. കോഡ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ്, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ, International Corporate Governance Network and Commonwealth Association for Corporate Governance are 3 agencies proposed various recommendations in corporate governance. Corporate governance-ൽ നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിട്ടുള്ള കുറച്ച് ഏജൻസീസ് ആണ് പറയുന്നത്. ഫോളോയിങ് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രപ്പോസ്ഡ് ബൈ ദ OC. ഈ പറയുന്ന ഇവരെ സഹായിക്കാനായിട്ട് താഴെ പറയുന്ന പ്രിൻസിപ്പിളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക്, protect the shareholders' interest, equitable treatment of all kind of shareholders,
റോൾ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി. ഇതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത്, ഇതിന് സപ്പോർട്ട് ചെയ്യാനുള്ള 3 കമ്മിറ്റികൾ നോക്കുക, റിപ്പോർട്ടുകൾ നോക്കുക. ഒന്ന് കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട്, ഗ്രീൻബറി റിപ്പോർട്ട്, ഹാമ്പൽ റിപ്പോർട്ട് കേട്ടോ. അത് ഓർത്ത് വെക്കുക. പിന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3-4 പഠിച്ചു വെക്കുക, ചിലപ്പോൾ ഏതെങ്കിലും എടുത്ത് ചോദിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്, വേറെ ഒരുപാടില്ല. ഇത്രയും ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ.